Welcome to Competitive Cracker. I'm Dr. Vidya Vijay. നെറ്റ് എക്സാം ഡിസംബർ വളരെ അടുത്തെത്തിക്കഴിഞ്ഞു അല്ലേ? അപ്പൊ അതിനായിട്ടുള്ള പ്രിപ്പറേഷൻ എല്ലാവരും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പം അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ഓഫ് ലിറ്ററേച്ചർ ദാറ്റ് ഈസ് ഫെമിനിസം അല്ലെ? അപ്പൊ ഫെമിനിസത്തിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ബുക്കുകളും ഓതേഴ്സിനെയും നമുക്ക് പരിചയപ്പെട്ടാലോ. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. What is a vindication of the rights of women? It's a very familiar book, അല്ലെ? അപ്പൊ ഫെമിനിസ്റ്റ് ലിറ്ററേച്ചർ അല്ലെങ്കിൽ ഫെമിനിസം എന്ന് പറയുമ്പോൾ we can say that this book is one of the harbingers of feminism. So what is a vindication of the rights of women? That is our question. So the options are option A, novel, option B, a poem, option C, a work of feminist philosophy, option D, drama. So ഇതാണ് 4 ഓപ്ഷൻസ്, വെദർ ഇറ്റ് ഈസ് എ നോവൽ, പോയം ഓർ എ വർക്ക് ഓഫ് ഫെമിനിസ്റ്റ് ഫിലോസഫി, ഡ്രാമ. അപ്പൊ ഇതുപോലുള്ള ഓപ്ഷൻസ് വരുമ്പോൾ നമ്മളൊന്ന് കൺഫ്യൂസ്ഡ് ആവാനുള്ള പ്രോബബിലിറ്റീസ് ഉണ്ട് അല്ലെ? അപ്പം ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, എ വർക്ക് ഓഫ് ഫെമിനിസ്റ്റ് ഫിലോസഫി. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ഡീറ്റെയിൽസ് ഓഫ് ദാറ്റ് വർക്ക്. A Vindication of the Rights of Women. It's written by Mary Wollstonecraft and it was published in the year 1792. And it is one of the earliest works of feminist philosophy and it's a powerful critique. Okay, so what's the theme of this particular work? Adum kudi nammal understand cheyenda oru karyana alle. It's a powerful critique of societal norms that limited women's rights and opportunities. Okay, then Wollstonecraft's work laid the groundwork for future feminist thought and continues to be influential today. ഇന്നും അതായത് ഈ ഒരു പ്രസന്റ് ജനറേഷനിൽ പോലും വളരെയധികം സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു ടെക്സ്റ്റ് ആണ് എ വിൻഡിക്കേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് വുമൻ ആൻഡ് ദ ഓതർ ഈസ് മേരി വോൾസ്റ്റോൺക്രാഫ്റ്റ് ആൻഡ് ഇറ്റ് ഈസ് പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1792. All these information are very much important. Okay, let's move on to our next question. Who wrote A Room of One's Own? Okay, the next important work is Room of One's Own. Who wrote the work A Room of One's Own? Option A, Mary Wollstonecraft. Option B, Virginia Woolf. Option C, German Greer. And option D, Christine D. Pizan. So who is the author of the work A Room of One's Own? It's also a very familiar work. Okay, Room of One's Own. Who is the author? The author is Virginia Woolf. Okay, let's move on to the explanation of the work Room of One's Own. A Room of One's Own, published in 1929, argues for both a literal and figural space for women writers within a literary tradition dominated by patriarchy. Woolf's work is a powerful exploration of the challenges faced by women writers and a call to action for greater representation and recognition of women's voices in literature. So, when we hear the title, A Room of One's Own, the first thing that comes to our mind, what is that? A woman should have a room and money of her own. അല്ലെ, ഒരു വുമൺ റൈറ്ററിനെ നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, അല്ലെങ്കിൽ അവർ എന്തൊക്കെ തരത്തിലുള്ള ഒബ്സ്റ്റക്കിൾസ് അവര് ഓവർകം ചെയ്യണം. അപ്പൊ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആ ഒരു എന്താണ് പാട്രിയാർക്കൽ സൊസൈറ്റിയുടെ പ്രഷേഴ്സും അതൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു വർക്കാണ് വെർജീനിയ വൂൾഫിന്റെ റൂം ഓഫ് വൺസ് ഓൺ. ഇറ്റ്സ് ഓൾസോ എ വെരി ഇമ്പോർട്ടന്റ് വർക്ക്. ഓക്കെ, then let's move on to our next question. So before moving on to the question, I would like to say you some important things. Okay, നമുക്കറിയാം ഡിസംബറിലെ നെറ്റ് എക്സാം എന്ന് പറഞ്ഞാൽ ഇനി എന്താണ്, ഒരു 35 days അല്ലെങ്കിൽ 40 days ഉള്ളൂ നമുക്ക് മുമ്പിൽ. അപ്പൊ അതിനു മുമ്പ് ഈ പ്രിപ്പറേഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഇപ്പോഴും ഒരു ടാസ്ക് തന്നെയാണ് അല്ലെ? അപ്പൊ നമ്മൾ വളരെ ഡിസോറിയന്റഡ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഒട്ടും തന്നെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സിലബസ് ഫോളോ ചെയ്യാനുള്ള ടൈം ഒന്നുമില്ല. അപ്പൊ ഈ ഒരു ഡിസംബറിലേക്ക് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും വരുന്ന ജൂൺ നെറ്റ് എക്സാം നമുക്ക് ക്ലിയർ ചെയ്യണം അല്ലെ? അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. അപ്പൊ CC നിങ്ങൾക്ക് തരുന്ന ഒരു ഓഫർ എന്ന് വെച്ചാൽ ഈ ഒരു ജൂൺ 2025 നെറ്റ് എക്സാം എന്നുള്ള ലക്ഷ്യത്തോടൊപ്പം തന്നെ ഡിസംബറിലെ 2024 ഡിസംബറിലെ എക്സാമും നമുക്ക് അപ്പിയർ ചെയ്യാം.
അപ്പം ജൂണിലെ 6 month കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് ഡിസംബറിലെ നെറ്റ് എക്സാം ഒരു അറ്റംപ്റ്റ് ആയിട്ട് മാത്രം കൺസിഡർ ചെയ്ത് അവർക്ക് ഡിസംബറിലെ കോച്ചിങ്ങും അതിനോടൊപ്പം തന്നെ എന്താണ് ജൂണിലെ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോഴ്സ് ഫീച്ചർ ആണ് ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ താല്പര്യമുള്ളവർക്ക് എത്രയും പെട്ടെന്ന് ഈ ഒരു കോഴ്സിലേക്ക് ഓഫർ ചെയ്യാം, അതുപോലെ ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ എന്താണ് നെറ്റ് മാത്രമല്ല എയിം ചെയ്യുന്നത്, JRF നമ്മുടെ എയിം തന്നെയാണ് അല്ലെ. അപ്പൊ അതിന് താല്പര്യമുള്ളവർക്കെല്ലാം ഏതൊക്കെ പേപ്പറിലാണ് നമ്മൾ കോഴ്സസ് ഓഫർ ചെയ്യുന്നത്? നെറ്റ് ജനറൽ പേപ്പർ ഉണ്ട്, ഇംഗ്ലീഷ്, കൊമേഴ്സ്, ഇക്കണോമിക്സ്, മാനേജ്മെന്റ് ആൻഡ് CSIR ഫിസിക്സ്. ഓക്കെ, ഇങ്ങനെയുള്ള എല്ലാ സബ്ജക്ട്സിനും നമ്മൾ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവര്, താല്പര്യമുള്ളവർക്ക് ഈ ഒരു കോഴ്സിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം താല്പര്യമുള്ളവർക്ക് കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ഈ ഒരു നമ്പറിൽ 9778826292 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കോഴ്സസിൽ സീറ്റ് ഉറപ്പിക്കാവുന്നതാണ്. ഓക്കെ, സോ ലെറ്റ്സ് move on to our next question. Yeah, it's also a very familiar work. Who wrote the book The Second Sex? Okay, it's a very important work. And who is the author of The Second Sex? Option A, Mary Wollstonecraft. Option B, Simone de Beauvoir. Option C, Virginia Woolf. And option D, all of the above. That's of course അതൊരു wrong option ആണെന്നുള്ളത് നമുക്കറിയാം. So among these writers, among these 3 writers, who is the author of The Second Sex? Okay, so the correct answer is, നമ്മൾ മേരി വോൾസ്റ്റോൺക്രാഫ്റ്റിനെയും പരിചയപ്പെട്ടു, വെർജീനിയ വൂൾഫിനെയും പരിചയപ്പെട്ടു അല്ലെ. വെർജീനിയ വൂൾഫ് is the author of Room of One's-Own and Mary Wollstonecraft is the author of Vindication of the Rights of Women. So ഇനി ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് സിമൺ ദി ബൂവർ ആണ് അല്ലെ. So the correct answer is Simone de Beauvoir. She is the author of The Second Sex. So let's move on to the explanation of that particular work. The Second Sex is a 1949 book. That means it was published in 1949 by the French existentialist philosopher Simone de Beauvoir, in which the author discusses the treatment of women throughout history. Okay, and Beauvoir researched and brought the book in about 14 months between 1946 and 1949. So അത്രയും ഒരു എഫേർട്ട് ഇട്ടിട്ടുള്ള ഒരു വർക്കാണ് സെക്കൻഡ് സെക്സ്. അപ്പം ട്രീറ്റ്മെന്റ് ഓഫ് വിമൻ ത്രൂ ഔട്ട് ഹിസ്റ്ററി, പട്രിയാർക്കൽ സൊസൈറ്റിയിൽ ആ വിമൻ എക്സ്പീരിയൻസ് ചെയ്ത അല്ലെങ്കിൽ ഒരു എന്താണ് ആ ഒരു ജേർണി ഓഫ് വിമൻ, അതാണ് ആക്ച്വലി ഷീ ഈസ് എക്സാമിനിങ് ഹിയർ. ഓക്കെ, then let's move on to our next question. Who wrote the work Maria or the Wrongs of Women? നമ്മൾ അത്ര ഫെമിനിസ്റ്റ് ലിറ്ററേച്ചർ പഠിക്കുന്നവരാണ് അല്ലെങ്കിൽ ഫെമിനിസം നമ്മൾ പഠിച്ചവരാണ്, പക്ഷെ ഈ ഒരു വർക്ക് നമുക്ക് അത്ര ഫെമിലിയർ അല്ല. പക്ഷെ എന്താണ്, ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർക്കാണ്. അപ്പം അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഹു ഈസ് ദ ഓഥർ ഓഫ് ദിസ് പെർട്ടിക്കുലർ വർക്ക്? ഓപ്ഷൻ എ, വെർജീനിയ വൂൾഫ്. ഓപ്ഷൻ ബി, മേരി വോൾസ്റ്റോൺക്രാഫ്റ്റ്. ഓപ്ഷൻ സി, എമിലിൻ പാങ്കേഴ്സ്റ്റ്. ആൻഡ് ഓപ്ഷൻ ഡി, സിമൺ ദി ബൂവർ. ഓക്കെ, ഇവിടെയും എല്ലാ ഓപ്ഷൻസും ഉണ്ട്. അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ വർക്ക് നമ്മൾ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അതിന്റെ ഓഥർ മേരി വോൾസ്റ്റോൺക്രാഫ്റ്റ്. നമ്മൾ അവരുടെ വർക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഫെമിലിയറൈസ്ഡ് ആയിട്ടുള്ള ഒരു വർക്ക് എന്ന് പറയുന്നത് വിൻഡിക്കേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് വുമൺ ആണ്. അപ്പം ഈ ഒരു പെർട്ടിക്കുലർ വർക്കും മരിയ ഓർ ദ റോങ്സ് ഓഫ് വുമൺ ഈസ് ദ 18th century British feminist Mary Wollstonecraft's unfinished novelistic sequel to her revolutionary political treatise, A Vindication of the Rights of Women, which was published in 1792. Oh, unfinished novelistic sequel. That's very important. Okay. And it's a sequel to revolutionary political treatise, A Vindication of the Rights of Women. And The Wrongs of Women was published posthumously in 1798 by her husband William Godwin. അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. And it is often considered her most radical feminist work. Okay, and it was posthumously published in the year 1798 by her husband William Godwin. That's also a very important information. And it is often considered Mary Wollstonecraft's radical feminist work. Okay, most radical feminist work. സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. ഐ തിങ്ക് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ന്യൂ. ഓക്കെ, ഈ ഒരു ഇൻഫർമേഷൻ നമുക്ക് വളരെ എന്താണ് ഒട്ടും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ അല്ല. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
The earliest tract on feminism, that's the other important question that we have to discuss. Earliest tract on feminism. So feminism, feminist literature, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും മാസ്റ്റർ പീസ് ഓഫ് ഫെമിനിസം അല്ലെങ്കിൽ ആ ഒരു ബേസിക് എന്താണ് ടെക്സ്റ്റ് എന്ന് പറയുന്നത് മേരി വോൾസ്റ്റോൺക്രാഫ്റ്റിന്റെ വിൻഡിക്കേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് വുമൺ എന്നാണ് നമ്മൾ വിചാരിച്ചേക്കുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, ദ ഏർലിയസ്റ്റ് ട്രാക്ട് ഓൺ ഫെമിനിസം എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ വിച്ച് വുഡ് ബി ദ റൈറ്റ് ആൻസർ? Simone de Beauvoir's The Second Sex, Virginia Woolf's A Room of One's Own, Mary Wollstonecraft's A Vindication of the Rights of Women, Mary Astel's A Serious Proposal to the Ladies. 4 ഓപ്ഷൻസ് ഉണ്ട് അല്ലെ. ഇതെല്ലാ വർക്ക്സും നമ്മൾ ഇപ്പൊ മീറ്റ് ചെയ്ത വർക്ക്സുകളാണ്. അല്ലാത്തൊരു വർക്ക് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. സോ മോസ്റ്റ് പ്രോബബിലി which is the right answer എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ, so the correct answer is option D, Mary Astel's A Serious Proposal to the Ladies. ഇനി who is Mary Astel? Mary Astel was an English proto-feminist writer, philosopher and rhetorician who advocated for equal educational opportunities for women. Okay, Astel is primarily remembered as one of England's inaugural advocates for women's rights. So ഒരു പുതിയ ഓതർ എന്നല്ല, നമ്മൾ എപ്പോഴും കേൾക്കുന്ന പേരുകൾ അല്ലാതെ ഒരു പേരാണ് മേരി ആസ്റ്റൽ അല്ലെ. അതുപോലെ തന്നെ അവരുടെ ഒരു ഇമ്പോർട്ടന്റ് വർക്ക് എ സീരിയസ് പ്രപ്പോസൽ ടു ദ ലേഡീസ്, ദാറ്റ് ഈസ് ഓൾവേസ് ട്രീറ്റഡ് ആസ് ഏർലിയസ്റ്റ് ട്രാക്ട് ഓൺ ഫെമിനിസം. ആൻഡ് what's the full title of that particular work? A Serious Proposal to the Ladies for the Advancement of Their True and Greatest Interests. And this particular work was published in the year 1694. It's very important. It was published in the year 1694. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അതായത് ജൂൺ 2025 നെറ്റ് എക്സാം ആണ് നമ്മുടെ എയിം. എങ്കിൽ പോലും നമുക്ക് എന്താണ് ജസ്റ്റ് ഒരു അറ്റംപ്റ്റ് എന്നുള്ള രീതിയിൽ ഡിസംബർ 2024 നെറ്റ് എഴുതാം അല്ലെ. അപ്പം ഇപ്പൊ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എന്താണ്, നമുക്ക് ഈ ഒരു ഡിസംബറിലെ നെറ്റ് എക്സാം പ്ലസ് ജൂൺ 2025 നെറ്റ് എക്സാമിനും കൂടിയുള്ള കോച്ചിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് ഈ ഒരു കോഴ്സിലേക്ക് അതാണ് ജോയിൻ ചെയ്യൂ. ഡിസംബർ 2024 നെറ്റ് കോച്ചിങ് ഫ്രീ ആയി സ്വന്തമാക്കാൻ, അതാണ് നമ്മുടെ ടാർഗറ്റ്. ഓക്കെ, 1 കോഴ്സ് ആൻഡ് 2 അറ്റംപ്റ്റ്സ്. അപ്പൊ താല്പര്യമുള്ളവർക്ക് 9788282629 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. സബ്ജക്ട്സ് ഒരിക്കൽ കൂടി പറയാം: നെറ്റ് ജനറൽ പേപ്പർ, ഇംഗ്ലീഷ്, കൊമേഴ്സ്, ഇക്കണോമിക്സ്, മാനേജ്മെന്റ് ആൻഡ് CSIR ഫിസിക്സ്. ഓക്കെ, എന്താണ് വീഡിയോ ക്ലാസ്സസ് അവൈലബിൾ ആണ്, ലൈവ് സെഷൻസ് ഉണ്ടാവും, ഡെയിലി എക്സാംസ് ഉണ്ടാവും. അപ്പം താല്പര്യമുള്ളവരെ എത്രയും പെട്ടെന്ന് ഒരു മെന്റർ സപ്പോർട്ടോട് കൂടി തന്നെ നിങ്ങൾക്ക് നെറ്റ് എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പ്ലസ് സ്ട്രക്ചർഡ് സിലബസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും, നോട്ട്സ് ഉണ്ടാവും, വീഡിയോസ് ഉണ്ടാവും, മോക്ക് എക്സാംസ് ഉണ്ടാകും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ഉണ്ടാവും. സോ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. താങ്ക് യു ഓൾ.